ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു ഹാക്സ് വായ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇപ്പോൾ ഉള്ളത് എവിടെ നിങ്ങൾ കൂരാട് പാടത്താണ്. കൂരാട് പാടത്ത് നമ്മൾ കാസർഗോഡ് പോയി വന്നപ്പോൾ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ ആ ടോറസാ പോണ് ആ ഭാഗത്ത് കൂടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട്. അതായത് സർവീസ് റോഡിൻ്റെ പണി പെട്ടെന്ന് തീർക്കാനുള്ള പുറപ്പാടിലാട്ടോ. ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ ഏകദേശം വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ഈ പാലത്തിനോടനുബന്ധിച്ചിട്ട് കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്താനുണ്ട്. മണ്ണ് കൊണ്ടുവരുന്ന പരിപാടികളും ഡ്രെയിനേജ് വെക്കുന്ന പരിപാടികളും അതേപോലെ ഡ്രെയിനേജിൻ്റെ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂരാട് പാടത്ത്. ഈ ഒരു മഴക്കാലത്തിന് മുമ്പ് തന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ പണി തീർത്ത് നിലവിലുള്ള റോഡ് മാന്തി പൊളിച്ച് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വഴി തിരിച്ചു വിടാനായിരുന്നു പ്ലാന്. പക്ഷേ അവരെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ മഴ അങ്ങോട്ട് മാറിയതുകൊണ്ട് ഇവിടെ തന്നെ പണി കാര്യമായിട്ടുള്ള പണി നടക്കണം. ഇപ്പോൾ തലപ്പാറ പാടത്തും ഈ ഒരു ഭാഗത്തോട്ടോ ചെറിയൊരു തോടാണ്, പക്ഷെ വലിയൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അവസാനമായി ഇവിടുത്തെ വീട് എടുത്തന്ന് ഈ പിയറിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പിയർ ക്യാബിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ട പാലത്തിൻ്റെ പണി വരെ കഴിഞ്ഞു. അപ്പോൾ നല്ല വേഗത്തിലാണ് ഇപ്പോൾ ഈ ഭാഗത്തുള്ള പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ കേട്ടോ, ആ സൈഡിൽ കൾവേട്ടിൻ്റെ പണികൾ, വാളിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൈഡിൽ നല്ല വേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ചെങ്കിലും ഭാഗം നിലവിലുള്ള റോഡ് മാന്തി പൊളിച്ചിട്ട് മെയിൻ റോഡിൻ്റെ പണി തുടങ്ങല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സർവീസ് റോഡിൻ്റെ പണി എളുപ്പത്തിലാക്കാൻ നോക്കുന്നത് കേട്ടോ. ഏതായാലും ഇന്ന് വൈകുന്നേരം ഞാനിപ്പോൾ വീടെടുത്തിട്ടുള്ള ഒരു 5 മണിക്കാണ്. ഏകദേശം നാളെ രാവിലെ 9 ഇവിടെ GSBയുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. വെള്ളത്തിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്ക് സുഖമായിട്ട് ഒരു സൈഡൊക്കെ ഒഴുകുള്ളൂ, ഇപ്പുറത്തേക്ക് ഒഴുകൂല. അപ്പോൾ ആ ഒഴുകാൻ വേണ്ടിയിട്ട് ഒരുപാട് കൾവേട്ടുകളുണ്ട്, തോടുകളുണ്ട്. ഇത് അവിടെ നിലവിലുള്ള റോഡ് പൊട്ടിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതായത് ആ മില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ വേസ്റ്റ് ഇവിടെ കൊടുന്ന് തട്ടിക്കാണ്. അപ്പോൾ ഈ കൾവേട്ടിനോട് ചേർന്നിട്ടാണ് തട്ടിയിട്ടുള്ളത്. സാധാരണ അത് കോയിന്നൂർ ഭാഗത്ത് കൊണ്ടുപോയി കൂട്ടിയിടലാണ്. അപ്പോൾ ഇവിടെ മണ്ണ് കോമ്പാക്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡ്രെയിനേജ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. GSB ഇട്ട് 2 ദിവസം കൊണ്ട് ടാറിങ്ങിൻ്റെ പണി തീർക്കട്ടോ. GSB ഫസ്റ്റ് കോട്ട് ഒന്നിട്ട് അതിൻ്റെ മേലെ സെക്കൻഡ് ലെയർ ഇട്ട് പിന്നെ ബിറ്റുമെൻ സ്പ്രേ ചെയ്ത് പിന്നെ ബീറ്റ് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ സർവീസ് റോഡൊക്കെ ഓപ്പൺ ആവും. അതിന് മുന്നേ ആ പാലത്തിൻ്റെ ആ ഭാഗത്ത് കുറച്ച് ഡ്രെയിനേജുകൾ വെക്കാനുണ്ട്. പിന്നെ ആ ഭാഗത്ത് കുറച്ച് മണ്ണിടാനുണ്ട് ആ പാലത്തിനോട് കണക്കാക്കിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. ഈ ഏകദേശം ഒരു 400 മീറ്ററിൽ കൂടുതൽ മണ്ണ് കോമ്പാക്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ഉയരത്തിൽ GSB വരും കേട്ടോ. ഈ കൂരാട് പാടത്ത് നിലവിലുള്ള കൾവേട്ടിനേക്കാൾ ഏറെ താഴ്ചയിലാണ് പുതിയ കൾവേട്ടുകൾ നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാടം, അതായത് പാടത്തിൻ്റെ 2 സൈഡും കണക്കാക്കിയിട്ടാണ് ആദ്യമുള്ള കൾവേട്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു കൾവേട്ട് നല്ല താഴ്ചയിലാണുള്ളത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ, അതായത് കൃഷി നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കിപ്പോൾ എങ്ങനെയൊക്കെ വരും, ഡ്രെയിനേജിലൂടെ വരുന്ന വെള്ളം ഈ കൾവേട്ടിലേക്ക് അങ്ങനെ ഇറക്കി വിടും കേട്ടോ. എല്ലാ കൾവേട്ടിലും ഉയരം കൂടിയിട്ടുള്ള ഡ്രെയിനേജുള്ള ഭാഗത്തൊക്കെ ഇത്തരത്തിലൊരു ഓള് കൊടുത്തിട്ടുണ്ടാവും വെള്ളത്തിൻ്റെ താഴോട്ട് പോകാൻ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നിലവിലുള്ള ഭൂമിയിൽ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിനടിയിലേക്ക് കൾവേട്ടിനോട് കണക്കാക്കിയിട്ട് കുറച്ച് താഴ്ത്താനുണ്ട്. അപ്പോൾ അപ്പുറത്ത് കൃഷിഭൂമിയാണ്, 2 സൈഡിലും കൃഷി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ മണ്ണെടുക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. ഏതായാലും മണ്ണെടുക്കേണ്ടതുണ്ട്. മണ്ണെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൾവേട്ടിൻ്റെ അടിയിൽ കൂടെ വെള്ളം എന്തായാലും പോവില്ലല്ലോ. നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയയാണ് ഈ ഒരു ഏരിയക്ക്. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇതിലൂടെ പോകുമ്പോൾ ഇത് വലിയൊരു തടാകമാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അത്രക്കും പരന്ന് കിടക്കായിരിക്കും കേട്ടോ. നല്ല വെള്ളം ഉണ്ടാവും, നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് GSB, ആ ഒരു ലൈനൊക്കെ വരച്ചിക്കണേ, ആ ഒരു അളവിൽ GSB 2 കോട്ടിങ്ങിൽ വരും കേട്ടോ. സർവീസ് റോഡിലെ സെക്കൻഡ് കോട്ട് ടാറിങ് എല്ലാ പണിയും കഴിഞ്ഞ് മെയിൻ റോഡ് തുറന്നു കൊടുത്തതിന് ശേഷം ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ചെക്കനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് എല്ലാ പണി കഴിഞ്ഞതിന് ശേഷമാണ് സർവീസ് റോഡ് സെക്കൻഡ് കോട്ട് ടാറിങ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടിട്ട് വേണം ഈ ഒരു നിലവിലുള്ള റോഡിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത്. ആ സൈഡിലുള്ള പണി ഏകദേശം ഇപ്പം തന്നെ തീരുന്നു തോന്നുന്നില്ല. ആ സൈഡിൽ കുറച്ചും കൂടി പണി ബാക്കിയുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട വെച്ചിട്ട് മണ്ണുയർത്താനുള്ളതാണ്. അതായത് കൂരാട് അണ്ടർപാസിനോട് കണക്കാക്കിയിട്ട് മണ്ണുയർത്താനുള്ളതാണ്. ആ ഭാഗം മുതലിട്ട്, ആ ടിപ്പർ കിടക്കുന്ന ആ ഭാഗം മുതൽ കൂരാട് അണ്ടർപാസിന് മുകളിൽ ഷട്ടറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റ് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു അണ്ടർപാസാണ് കൂരാട് അണ്ടർപാസ്. വേങ്ങര മലപ്പുറം ഭാഗത്തേക്ക് നാഷണൽ ഹൈവേയിൽ നിന്ന് പോകാനുള്ളൊരു വഴിയാണ് ഈ കൂരാട് അണ്ടർപാസ് കേട്ടോ. കൂരാട് പാലത്തിൽ പിന്നെ അവസാന സ്പാനുകൾക്കിടയിൽ ഗഡർ വെക്കാനുണ്ട്. അന്ന് നമ്മൾ കണ്ടിരുന്ന കമ്പി കെട്ടിക്കൊണ്ടിരുന്ന ഭാഗത്തൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ചെറിയ ഗഡറാണ് വെക്കാനുള്ളത്. ഗഡറുകൾ അണ്ടർപാസിൻ്റെ ഭാഗത്തൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ കക്കാട് ഭാഗത്ത് നല്ല വേഗത്തിലാണ് ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. കക്കാട് മണ്ണെടുക്കുന്ന പണി വേഗത്തിലായതുകൊണ്ടാണ് അരിയത്തോട് വലിയപറമ്പ് ഭാഗത്തൊക്കെ കട്ട വെക്കുന്ന പരിപാടികൾ എളുപ്പത്തിലാകുന്നത്. അതായത് നല്ല രീതിയിൽ മണ്ണെടുക്കുന്നുണ്ട് കക്കാട് ഭാഗത്ത്.
അപ്പം കൂരിയാട് പാടത്ത് ആ സർവീസ് റോഡ് ഏകദേശം 4.5 മീറ്ററാണ് സർവീസ് റോഡ്, 2 മീറ്റർ ഡ്രെയിനേജ്. അതായത് അപ്പം എത്ര മീറ്ററായി? 6.5, പിന്നെ കെർബ് കാര്യങ്ങൾ. അപ്പോൾ 7 മീറ്റർ തന്നെയാണ് സർവീസ് റോഡിനുള്ള കണക്ക്. കക്കാട് ഓവർപാസിൻ്റെ ആ സൈഡിലും ഈ സൈഡിലും മണ്ണെടുക്കുന്ന പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ സൈഡിൽ നിന്ന്, അതായത് ആ പള്ളിൻ്റെ ഭാഗത്തു നിന്നാണ് മണ്ണെടുക്കുന്ന പരിപാടികൾ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ പണിക്കാരുമാണ് കമ്പനിക്ക്. പണ്ടൊരു ചാച്ചുണ്ടേനി ഇവർ കമ്പനിയിൽ, ഒരു പഞ്ചാബി കേട്ടോ. അപ്പോൾ മൂപ്പര് എന്നും തുടച്ച് മിനിക്ക് ബോഡി വരെ മൂപ്പര് തുടക്കും. ഇപ്പോൾ ഇയാൾ കണ്ടെങ്കിൽ ഫ്രണ്ടേജ് മൊത്തം ആ മുണ്ടേറ്റ് തുടച്ച് മിനുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പണിക്കാരാണ്, ആത്മാർത്ഥമുള്ള പണിക്കാർ. കമ്പനി വണ്ടി സ്വന്തം വണ്ടി പോലെ കരുതുന്ന ആൾക്കാരാണ് ഇവരെ കേട്ടോ. പക്ഷെ ഇപ്പോൾ ആ ചാച്ചനെ കാണുന്നില്ല. ചാച്ച നാട്ടിലേക്ക് പോയി എന്ന് തോന്നുന്നു. കക്കാട് ഓവർപാസിൻ്റെ ഈ ഭാഗത്തുനിന്ന് മണ്ണെടുക്കുന്ന പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും ചെറിയൊരു കുന്നുണ്ട്. പിന്നെ ആ സൈഡിൽ, അതായത് ഓവർപാസിൻ്റെ ആ ഒരു കണക്കാക്കുമല്ലോ, ബൗണ്ടറി കണക്കാക്കുന്ന ആ ഭാഗത്ത് ഏകദേശം ഒരു മീറ്ററോളം മണ്ണെടുക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഈ സൈഡിലെ മണ്ണെടുക്കുന്ന പരിപാടികൾ തീർന്നു. ഒരു 3 മാസം മുമ്പ് വരെ ഇവിടുത്തെ അവസ്ഥ എന്തേനില്ലേ? 2 സൈഡിലും കുന്നുകൾ, ചെറിയൊരു ഇങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അതിൽ ഫുള്ള് വേസ്റ്റാട്ടോ, ഭക്ഷണ വേസ്റ്റാണ്. അതായത് ഭക്ഷണം കഴിച്ച കവർ, ബാക്കി കവർ വേറെ പണിക്കാരെ കവർ തന്നെയാണ്. അതിങ്ങനെ ഒരൊറ്റ എറിഞ്ഞിക്കാൻ തോന്നുന്നു. കക്കാട് ഓവർപാസിൻ്റെ ഈ സൈഡിൽ, അതായത് ഈ പള്ളിയുടെ ഈ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മണ്ണ് എളുപ്പത്തിൽ കൊണ്ടുവന്നത് കേട്ടോ. ഇവിടെയൊക്കെ പാറയാണ്. അതായത് മറ്റുള്ള ഭാഗത്തെ പോലെ അല്ല, ഇവിടെ മണ്ണിടിച്ചിൽ കുറവാണെന്ന് ഞാൻ പല വീഡിയോയിലും കാസർഗോഡ്, കണ്ണൂർ ഭാഗത്ത് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട്. ഇവിടെ കണ്ടെങ്കിൽ പാറയാണ്. അതായത് ചെങ്കല്ല് കിട്ടണ ആ സ്ഥലം ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതലുള്ള നാട് നമ്മളെ നാടാണ് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചെങ്കല്ല് ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്നത് അല്ലേ. ചെങ്കല്ല് ഏറ്റവും കൂടുതൽ കണ്ണൂർ ഭാഗത്തു നിന്നാണ് വരുന്നത് തോന്നുന്നത്. ഇവിടെ തന്നെ തേണില്ല. ഇവിടുത്തെ മലപ്പുറത്തെ ആൾക്കാർക്ക് തന്നെ തേണില്ല. ഇവിടുത്തെ കല്ല് കല്ലിന് എത്ര റുപ്യ ഇറക്കും നിങ്ങൾ? 52 റുപ്യാണ്. 52 റുപ്യ. അത് പോട്ടെ, കല്ലിൻ്റെ വർത്താനം പറയാനല്ല. അപ്പോൾ ഈ മണ്ണ് ഇത്ര ഉറപ്പുള്ളത് കൊണ്ട് മണ്ണെടുക്കുന്ന പരിപാടികൾ എളുപ്പത്തിലാകാൻ പറ്റൂല. ആകണ്ട. ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് ആദ്യം പാറ ഇങ്ങനെ ചെത്തി കൊണ്ടുവരും, എന്നിട്ടാണ് മണ്ണ് കോരിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നേരെ വേകാനുള്ളൊരു കാരണമാണ്. മറ്റേത് ചോടി മണ്ണാന്നുണ്ടെങ്കിൽ ഒരൊറ്റടിക്ക് ഒരു സൈഡ് കോരുമ്പോഴത്തേന് മറ്റേ സൈഡ് ഇടിഞ്ഞാടിയിട്ടോ നല്ല സുഖമാണ്. പെട്ടെന്ന് ലോറിക്ക് എടുത്തിട്ടാൽ മതി. ഇവിടെ ആ പരിപാടി എടുക്കണില്ല. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ കുളപ്പുറം ഭാഗത്തേക്ക് ചാടിയിട്ടുണ്ട്. കുളപ്പുറം ഭാഗത്ത് ഓവർപാസിൻ്റെ ഈ ഭാഗത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അന്ന് കളക്ടറൊക്കെ ഇടപെട്ടിരുന്നു. കളക്ടർ അന്ന് പറഞ്ഞത് ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും. അങ്ങനെ കളക്ടറൊക്കെ വന്ന് പരിശോധിച്ചു. റിപ്പോർട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആവശ്യം ഏതായാലും ഒരു ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ KNRൻ്റെ ആളുകൾ പറഞ്ഞത്, ഇവർ സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഏകദേശം ഒരു 150 മീറ്ററോളം 200 മീറ്ററോളം പണി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ KNRൻ്റെ ആളുകൾ പറഞ്ഞത്, ചിലപ്പോൾ ഒരു എഞ്ചിനീയർ നമ്മളോട് പറഞ്ഞതാണ്, ചിലപ്പോൾ ഇവിടെ ചെറിയൊരു പാലം വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ചെറിയൊരു പാലം വരാൻ ചാൻസ് ഉണ്ട് ഈ ഭാഗത്ത്. ഇവർക്ക് തോന്നിയ പോലെ എടുത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറയണം ഇവരോട് ചെയ്ത് കൊടുക്കാൻ. അതേപോലെ ഫണ്ട്, പിന്നെ ഈ ഒരു കാലതാമസം, ഇതേപോലെ ഒരുപാട് വർക്ക് ഏറെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ടൈം കൂട്ടി ചോദിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അല്ലാതെ ഒറ്റയ്ക്ക് ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗം മുതൽ ചോലക്കൽ പുതിയ പാലം നിർമ്മിക്കുന്ന ആ ഭാഗം വരെ ഒരു സൈഡിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ടോ. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോഴും നിലവിലുള്ള റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പകുതി ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചോലക്കൽ ഭാഗത്ത് ഒരു പാലം നിർമ്മിക്കുന്നുണ്ട്, ഒരു MNB, വലിയൊരു MNB ആണ്. അപ്പോൾ MNBയുടെ പണികൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഒരു മാസമല്ല 20 ദിവസം മുമ്പായിട്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തപ്പോൾ നിലവിലുള്ള റോഡിലൂടെ ആയിരുന്നു ഇവിടുന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വാഹനങ്ങൾ, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സർവീസ് റോഡ് തുറന്നു കൊടുത്ത് അതിലൂടെയാണ്. അതായത് ഏകദേശം ഒരു മാസത്തോളം ആയിട്ട് നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നിലവിലുണ്ടായിരുന്ന പാലം ഫുള്ളായിട്ട് പൊട്ടിച്ച് മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 3 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഇവിടെ ഫൗണ്ടേഷൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഒരാഴ്ച കഴിഞ്ഞ് നമ്മളിവിടെ വരുമ്പോൾ ചിലപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വാളിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ടാവും. അമ്മാതിരി വേഗത്തിലാണ് KNR ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. KNR മാത്രമല്ല, പല കമ്പനിയും. KNRൻ്റെ പോരിഷ മാത്രം പറയേണ്ട വിശ്വസമുദ്രി, മേഘയും ULC എല്ലാം പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട്, റിഗൻ്റെ സാധനം തന്നെ ഉണ്ടല്ലോ, ജർമ്മൻ യന്ത്രം കേട്ടോ, ആ സാധനം ഉപയോഗിച്ചിട്ട് നിലവിലുള്ള റോഡ് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് സുഹൃത്തുക്കളെ. ഈ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോയ സാധനമാണ് നമ്മൾ ആ കൾവെട്ടിനോടെ ചെരിഞ്ഞു കണ്ടില്ലേ, ആ സാധനം കേട്ടോ. ആദ്യം കോയിനൂർ ഭാഗത്ത് കൊണ്ടുപോകല്ലേ, ഇനി അത് ഒറ്റ പറഞ്ഞതല്ലേ. അപ്പോൾ ഈ സാധനത്തേക്ക് വെള്ളം അടിച്ച് കയറ്റാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ 1350 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. വെള്ളം എന്തിനാ അതിലേക്ക് നടക്കണേ വെച്ചാൽ ഈ സാധനം റോഡ് കട്ട് ചെയ്യുമ്പോൾ നല്ല ഹാർഡാണ്. അപ്പോൾ ഈ ബ്ലേഡിന് ഒരു എന്താ ചങ്ങി പറഞ്ഞല്ലോ, ബ്ലേഡ് ചൂടാകാതെ ആക്കാനും, പിന്നെ നല്ല ഹാർഡുള്ള സംഭവമല്ല, പിന്നെ ഡസ്റ്റ്
അധികം ജനങ്ങൾക്ക് ശല്യമില്ലാതെ വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വെള്ളത്തിലോട്ട് നടക്കുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഇത് കട്ട് ചെയ്യല്ലോ, ടൈൽസും ഇതൊക്കെ കട്ട് ചെയ്യല്ലോ, ടൈൽസ് ഗ്രാനൈറ്റ് ഒക്കെ കട്ട് ചെയ്യുമ്പോണ്ടല്ലോ ഒരു പൈപ്പ് ഇങ്ങനെ ചെറിയൊരു പൈപ്പ് പിടിച്ചണം, അതേ ഒരു സിസ്റ്റം തന്നെ. അതായത് ഹാർഡായിട്ടുള്ള സാധനം ബ്ലേഡ് അത്രയും ഇതിലെ ചൂടായിട്ട് നിൽക്കല്ലേ കയറും, പിന്നെ അതൊന്നും ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് പോകാനാണ്. അതായത് നമ്മളെ മാർബിൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബായ്മാരുണ്ട്, ചെറിയൊരു പൈപ്പ് ഇങ്ങനെ പിടിച്ചിരിക്കണം കട്ടിങ് മെഷീൻ്റെ അടുത്ത്. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ചോലക്കൽ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ GSBൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ്. അപ്പോൾ ആ പകുതി ഭാഗം ഉണ്ടല്ലോ, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇനി സർവീസ് റോഡിലൂടെ ആയിരിക്കും പോകുക, എന്നാലേ ബാക്കിയുള്ള പണികൾ നടത്താൻ പറ്റുകയുള്ളൂ. ഇവിടെ പാലത്തിനോട് ചേർന്നിട്ട് കുറച്ച് വഴി വിട്ടുകണ് കേട്ടോ. എങ്ങോട്ടാ വെച്ചാൽ പള്ളിയിലേക്ക് പോകാം. ചോലക്കൽ പള്ളി, അതേപോലെ ഒരുപാട് വീടുകളുണ്ട്, മദ്രസകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ പാലത്തിൻ്റെ ഈ ഒരു ക്രാഷ് ബാരിയറിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. വഴി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, വഴി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും കോൺക്രീറ്റ് വാളൊക്കെ ചെയ്ത് മണ്ണ് ഫില്ല് ചെയ്ത് വരെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സഹകരണമാണ് KNR ഭാഗത്തുനിന്ന് ഇവിടുത്തെ ആളുകൾക്ക് കിട്ടുന്നത്. ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് കേട്ടോ, അത് വേറെ വിഷയം. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പോൾ KNR പോരിശ പറയാനേ ഉള്ളൂ. ബുദ്ധിമുട്ട് ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ നമ്മളെ ഏരിയയിൽ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് പറയാത്തത്. ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് ആ സാധനം കയറി പോകണ്ടെങ്കിൽ ഏത് കുന്നുമലയും സിമ്പിളായിട്ട് കയറി പോട്ടോ. കൊമസ്റ്റോ, ഇറ്റാച്ചി, സാണി, കൊബൽക്കോ, ഏതൊക്കെ കമ്പനികളാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ പണികൾ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ വാളിൻ്റെ പണികളൊക്കെ തീരുന്നതായിരിക്കും. അപ്പോൾ പാലത്തിനോട് കണക്കാക്കിയിട്ട് ആ വഴി ഒഴിച്ച് വിട്ടത് ഏതായാലും വലിയൊരു കിട്ടലാണ്. അപ്പോൾ പാലത്തിൻ്റെ അപ്പുറത്തായിരിക്കും ചെറിയൊരു കൾവേർട്ട് വരിക. അതായത് ഏകദേശം ഒരു 3 മീറ്റർ ഉയരമുള്ള ചെറിയൊരു ബോക്സ് കൾവേർട്ട് വരുന്നതായിരിക്കും. എന്തിന്? സ്കൂൾ കുട്ടികൾക്ക് അപ്പുറത്തേക്കും കടക്കാൻ. അപ്പോൾ സമരം ചെയ്ത് നേടിയതാണ്. ഏതായാലും അത് പാസ്സായിട്ടുണ്ട് കേട്ടോ. 3 മീറ്ററുള്ള ഒരു സാധനം ഇവിടെ വരുന്ന KNRൻ്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പാലത്തിൻ്റെ ആ സൈഡിലാണ്, ചിലപ്പോൾ ഈ സൈഡിലാവാനാണ് ചാൻസ്. കാരണം മണ്ണിട്ട് ഉയർത്തുമ്പോൾ 3 മീറ്ററുള്ള സാധനം എന്തായാലും പൊന്തൂല. BMK മാർക്കിങ് കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത്, അതായത് എനിക്കൊന്നൊരു പാലത്തിൻ്റെ ഇപ്പുറത്തായിരിക്കും വരിക. കുളപ്പുറത്ത് ഇങ്ങനെ ഒരു പുതിയ പാലം വരുന്നൊരു സൂചന കിട്ടിയിട്ടുള്ളൂ കേട്ടോ. യഥാർത്ഥം എന്താണെന്ന് അറിയില്ല. ഏതായാലും ആ ഒരു പാലം നിർമ്മിക്കാൻ ഏകദേശം 6 കോടിയിലേറെ രൂപ ചിലവായിട്ടുണ്ട്. അപ്പം ഇനി എന്താണ് അവസ്ഥ എന്നറിയില്ല. 6 കോടി എന്ന് പറഞ്ഞാൽ അതിലേറെ ഉണ്ട് കേട്ടോ. നഷ്ടപരിഹാരമൊക്കെ കൂട്ടുമ്പോൾ ചിലപ്പോൾ അതിലേറെ പൈസ ചിലവായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഞാനിവിടെ സമാപനം കുറിക്കാണ്ട്. ഇവിടെ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വൈബ്സ് യു അഗെയിൻ. ബൈ ബൈ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തൂ.